പശ്ചിമ ബംഗാളിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനു ശേഷം അവിടെ ഉയർന്നു കേൾക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: അവിടേക്ക് ഒരു കാലത്ത് പടിയിറങ്ങിപ്പോയ ടാറ്റ തിരികെ വരുമോ ഇല്ലയോ? അപ്പോൾ ഇക്കാര്യത്തിൽ സുവേന്ദു അധികാരിയും അതേപോലെ BJPയും ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിയതാണ്. ടാറ്റ അടക്കമുള്ള വമ്പൻ വ്യവസായ ശൃംഖലകളെ ബംഗാളിലേക്ക് തിരികെ കൊണ്ടുവരും. കാരണം പഴയ ബംഗാൾ ഇന്ത്യയുടെ ഒരു തിലകക്കുറിയാണെങ്കിൽ ഇപ്പോഴത്തെ ബംഗാൾ എന്ന് പറയുന്നത് ഏതോ ഒരു ചരിത്രകാലത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം ഏതാണ്ട് 80കളിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് ബംഗാളിന് കാര്യമായ വളർച്ച ഉണ്ടായിട്ടില്ല. വ്യാവസായിക പുരോഗതി ഉണ്ടാകാത്ത വളരെ ശുഷ്കമായ ഒരവസ്ഥയിൽ ബംഗാൾ നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെയാണ് ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായി BJP അധികാരത്തിൽ വന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു വ്യവസായവൽക്കരണത്തിലേക്ക് ആ നാടിനെ കൂട്ടിക്കൊണ്ടുപോകും. അതിന് ടാറ്റ അടക്കമുള്ള വമ്പൻ വ്യവസായ സ്ഥാപനങ്ങൾ ബംഗാളിലേക്ക് മടക്കിക്കൊണ്ടുവരും. ഒരു കാലത്ത് അവിടെ ടാറ്റ വലിയ പ്ലാന്റൊക്കെ ആരംഭിക്കാൻ നടപടിയെടുത്തതാണ്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതായാലും ഇപ്പോൾ BJP അവിടെ ലക്ഷ്യമിടുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വമ്പൻ ഒരു ഫാക്ടറി, അതല്ലെങ്കിൽ ടാറ്റയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വ്യവസായ സംരംഭം അവിടെ ആരംഭിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് നമുക്ക് നോക്കാം. കാരണം ബംഗാളിൽ നമുക്ക് സിംഗൂര് അതേപോലെ നന്ദിഗ്രാം ഈ രണ്ട് സംഗതികൾ ബംഗാളിൻ്റെ രാഷ്ട്രീയവുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ഒരു കാലവുമായിട്ട് എഴുതി ചേർക്കപ്പെട്ട രണ്ട് സ്ഥലനാമങ്ങളാണ് സിംഗൂരും അതേപോലെ നേരത്തെ പറഞ്ഞ നന്ദിഗ്രാമും. അപ്പോൾ സിംഗൂരിൽ എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ 2006 അധികാരത്തിൽ വന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ അദ്ദേഹം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. കാലാകാലങ്ങളായി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ ബംഗാളിനെ വളരെ പിന്നോക്കം കൊണ്ടുപോയി. അവിടെ വ്യാവസായിക പുരോഗതി തീരെയില്ല. കൃഷിയിൽ ഊന്നിയാണ് ബംഗാൾ നിലനിന്നിരുന്നത്. പക്ഷേ കൃഷി ചെയ്ത് അത്യാവശ്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട കർഷകർ അവരുടെ വരും തലമുറയെ വിദ്യാസമ്പന്നരാക്കി. അങ്ങനെ വിദ്യാസമ്പന്നരായ യുവതലമുറയ്ക്ക് ജോലി ചെയ്യാൻ ബംഗാളിൽ തൊഴിൽ സംരംഭങ്ങളില്ല. അപ്പോൾ IT അടക്കമുള്ള സംഗതികളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ തക്ക വ്യവസായശാലകൾ ഉണ്ടാകണം. അപ്പോൾ കഴിഞ്ഞ 10-30 വർഷമായി ഇല്ലാതിരുന്ന വ്യവസായവൽക്കരണം ഒറ്റയടിക്കങ്ങ് കൊണ്ടുവരാൻ നടത്തിയ ഒരു തീരുമാനമാണ് വാസ്തവത്തിൽ സിംഗൂരും നന്ദിഗ്രാമും സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ കാരണം. ഇനി എന്താണ് സിംഗൂർ എന്ന് പറഞ്ഞു വെക്കാം. സിംഗൂരിലെ 997 ഏക്കർ ഭൂമി അവിടെ ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിൽ കൃഷിഭൂമിയുണ്ട്, ഫലഭൂഷ്ടമായ ഭൂമിയുണ്ട്, പിന്നെ വെറുതെ കൃഷിയില്ലാതെ കിടന്ന ഭൂമി അടക്കം 997 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത്. ഈ ഭൂമി പിന്നീട് വലിയ സമരങ്ങൾക്ക് വേദിയാവുന്നു. ഏതായാലും 2008 വന്ന മമതയുടെ ഒരു സമരത്തോടു കൂടി ആകെ തകിടം മറിയുന്ന ഒരവസ്ഥയായിട്ട് കാര്യം. 2006 ഈ ഭൂമി ഏറ്റെടുക്കുന്നു. 2008 കൂടി ഇതിൻ്റെ സമരങ്ങൾ വളരെ തീക്ഷ്ണമായ അവസാനം ടാറ്റ ആ ഭൂമി വിട്ട് ഓടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അവിടെ ലക്ഷ്യമിട്ടത് ടാറ്റയുടെ നാനോ കാർ ഫാക്ടറി സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചത്. ഏതായാലും അവിടെ ഈ സമര പ്രശ്നങ്ങളുണ്ടായി. അവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയും ജീവൻ്റെ സുരക്ഷയും കണക്കിലെടുത്ത് ടാറ്റ നാനോ ഫാക്ടറി ഗുജറാത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം എന്തെന്നാൽ ആ ഫാക്ടറിയുടെ ഏതാണ്ട് 80% നിർമ്മാണം ആ സമയത്തിനുള്ളിൽ പൂർത്തിയായിരുന്നു. കെട്ടിട നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി, പവർ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായി. മെഷീനറികളൊക്കെ എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ പദ്ധതി ഉപേക്ഷിക്കാൻ ടാറ്റ നിർബന്ധിതമായത്. അങ്ങനെ 2008 ടാറ്റ ഔദ്യോഗികമായിട്ട് ഈ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. ഏതോളം ടാറ്റയുടെ മാത്രമല്ല നഷ്ടമുണ്ടായത്. ഈ ടാറ്റയുടെ ഫാക്ടറി വരുന്നതുമായി ബന്ധപ്പെട്ട് 70ഓളം അനുബന്ധ ഫാക്ടറികളും ബംഗാളിൽ ആരംഭിക്കേണ്ടതുണ്ടായിരുന്നു. അതിലേതാണ്ട് 10-15 ഫാക്ടറികൾ നിർമ്മാണം പൂർത്തിയായതാണ്. അവയുടെ ഭാവിയും അനിശ്ചിതത്വത്തിലായി. അപ്പോൾ 2008 ടാറ്റ ഒഴിഞ്ഞുപോയ സ്ഥലം പിന്നീട് വന്ന മമതാ ബാനർജി സർക്കാർ ഏറ്റെടുത്ത് കർഷകർക്ക് തിരികെ കൊടുക്കുന്ന സമീപനമൊക്കെ എടുത്തു. പക്ഷേ ഒരു കാലത്ത് ഫലഭൂഷ്ടമായിരുന്ന ആ കൃഷിയിടം ഇപ്പോൾ അത് ഒരു ശവപ്പറമ്പ് പോലെ കിടക്കുന്ന അവസ്ഥയിലാണ്. കാരണം കോൺക്രീറ്റ് നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമല്ലാതായി മാറിയിരിക്കുന്നു. വമ്പൻ സാമ്പത്തിക നഷ്ടം ഇക്കാര്യത്തിൽ ടാറ്റയ്ക്കുണ്ടായി. ഏതാണ്ട് 1000 കോടി രൂപ വരെ ടാറ്റ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുതൽ മുടക്കി എന്നുള്ളതാണ് വിവരം. അപ്പോൾ 1000 കോടി എന്നുള്ളത് 1800 കോടി രൂപ വരെയുള്ള മൂലധന നിക്ഷേപം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. പിന്നീട് വീണ്ടും ടാറ്റയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. കാരണം ഈ സിംഗൂരിൽ നിന്ന് ഈ ഫാക്ടറി മാറ്റി
ഗുജറാത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി റീലൊക്കേഷൻ കോസ്റ്റ് ഇനത്തിൽ അവർക്ക് വലിയ നഷ്ടമുണ്ടായി. പിന്നെ ഗുജറാത്തിൽ ചെന്ന് ഒന്നേന്ന് തുടങ്ങണമല്ലോ. അപ്പോൾ ആ രീതിയിലും വലിയ സാമ്പത്തിക നഷ്ടം ടാറ്റയ്ക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ബംഗാളിൽ നിന്നൊരു കൈപ്പേറിയ അനുഭവമായി പോയ ടാറ്റയെ അവിടെ പുനഃപ്രതിഷ്ഠിക്കാനാണ് സുവേന്ദു അധികാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഏതായാലും 2016 സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധി വന്നു. ആ സമയത്ത് വന്ന വിധി പ്രകാരം ഈ ഇടതുപക്ഷ സർക്കാർ, ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. അതിൻ്റെ കാരണം, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഭൂമി ഏറ്റെടുത്തതെങ്കിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാകും. പക്ഷേ ഇതൊരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് നിർബന്ധിതമായി ഭൂമി ഏറ്റെടുത്തു. അത് നിയമാനുസരണം അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ഇതിനെ തുടർന്നാണ് മമതാ ബാനർജി സർക്കാർ ഈ ഭൂമി കർഷകർക്ക് മടക്കി കൊടുത്തു. അപ്പം നേരത്തെ തന്നെ ഈ സമരം ഉണ്ടാകാനായിട്ടുള്ള കാരണം, ഈ പറയുന്ന ഭൂമിയിൽ ഏതാണ്ട് പകുതിയോളം പേർ കർഷകർ ഈ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. കാരണം പഴയകാല ബംഗാളല്ല, ഇപ്പോൾ ഈ പാട്ടകൃഷി അടക്കം അല്ലെങ്കിൽ ചെറുകിട കർഷകർക്ക് ധാരാളമുണ്ട്. അപ്പോൾ ചിലയിടങ്ങളിൽ കൃഷി നടക്കുന്നു, ചിലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള കൃഷിയില്ല. അപ്പോൾ അതിൽ ചെറുകിട കർഷകരായിട്ടുള്ളവർ ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായിട്ട് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അവരുടെ ഉപജീവന മാർഗമായിരുന്നു. ഈ വൻകിട കർഷകർ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പണം കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇതിനെ അനുകൂലിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഈ ചെറുകിട കർഷകർ ഈ നഷ്ടപരിഹാര തുക ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂട്ടിയാണ് മമതാ ബാനർജി അവിടെ വലിയ രീതിയിലുള്ള സമരമൊക്കെ സംഘടിപ്പിച്ചത്. ഏതായാലും കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം വില വാങ്ങിയവർക്കടക്കം ആ വാങ്ങിയ തുകയും പ്ലസ് ഈ ഭൂമി അടക്കം ഇപ്പോൾ തിരികെ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സർക്കാർ എടുത്തൊരു നിലപാട്, അവിടെ വലിയൊരു ഓട്ടോമൊബൈൽ ഹബ്ബ് ഉണ്ടാക്കുക, ഉറപ്പായിട്ടും ടാറ്റ നാനോയുടെ ഫാക്ടറി വരിക, ഒപ്പം അനുബന്ധമായിട്ട് ഒരു 22 kV സബ്സ്റ്റേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിൽ അവർക്ക് പറ്റിയൊരു കൈപ്പിഴ 1894 വളരെ പഴകിയ ഒരു നിയമപ്രകാരം, ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമാണ് ഈ ഭൂമി ഏറ്റെടുത്തത്. അത് പ്രകാരം വിപണി വിലയേക്കാൾ ഏതാണ്ട് 30% അധികം നൽകിയാണ് ഈ ഭൂമി ഏറ്റെടുത്തത്. അപ്പോൾ ഒരു ഏക്കറിന്, നല്ല ഫലഭൂഷ്ടമായ ഭൂമിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏക്കറിന് ഏകദേശം 8.5 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെയാണ് പണം കൊടുത്തത്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധി വന്നു, അവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം CPM വീണ്ടും തെറ്റ് ഏറ്റുപറയുന്നൊരവസ്ഥ വന്നു. CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു ആ നടപടി തെറ്റാണെന്ന് അവർ ഏറ്റുപറയുന്ന ഒരു അവസ്ഥ കൂടി വന്നു. ഏതായാലും ഈ സിംഗൂരിലെ പ്രശ്നത്തിൻ്റെ പേരിൽ 2 അതിലധികമോ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് നിരവധി കർഷക ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് നടപടിയിൽ 400-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതിയും കൂടിയുണ്ട്. അപ്പോൾ ബംഗാളിനെ പെട്ടെന്ന് വ്യവസായവൽക്കരിക്കാൻ വേണ്ടി സിംഗൂർ മാത്രമല്ല, നന്ദിഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് നന്ദിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്തെ 10,000-ഓളം ഏക്കർ കൃഷിഭൂമി ഏറ്റെടുത്തിട്ട്, അല്ലെങ്കിൽ പൊതു ഇടം ഏറ്റെടുത്തിട്ട് അവിടെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കാനാണ് ബംഗാൾ സർക്കാർ തീരുമാനിച്ചത്. അവിടെ ഒരു കെമിക്കൽ ഫാക്ടറി അടക്കം സ്ഥാപിക്കാൻ വേണ്ടി പദ്ധതിയിട്ടു. അപ്പോൾ അവിടെയും മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ സമരമൊക്കെ നടന്നു. ഏതായാലും 2007 മാർച്ച് 17 അവിടെ നടന്ന ഒരു ഉപരോധ സമരം, അല്ലെങ്കിൽ അവിടുത്തെ സംഘടിച്ചവർ വലിയ സംഘർഷം ഉണ്ടാക്കുകയും പോലീസ് വെടിവെപ്പിൽ 14ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ബംഗാളിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടാക്കാൻ പര്യാപ്തമായതായിരുന്നു. ഏതായാലും ഈ 2 സംഭവങ്ങൾക്ക് ശേഷം 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെ തുടർച്ചയായിട്ട് ബംഗാളിനെ ഭരിച്ചുകൊണ്ടിരുന്ന CPMനെ എഴുതി തള്ളുന്ന ഒരവസ്ഥ വന്ന് വെറും 62 സീറ്റിലേക്ക് CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഒതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഏതായാലും ഇപ്പോൾ ടാറ്റയെ തിരികെ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് 500 മുതൽ 1000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ട നടപടി വേണം. അപ്പോൾ ഇപ്പോൾ BJP സർക്കാർ അവിടെ എടുത്തിരിക്കുന്നൊരു നയം, നിർബന്ധിതമായ ഏറ്റെടുക്കൽ ഉണ്ടാകില്ല, ന്യായമായ വില കൊടുത്ത് വളരെ സുതാര്യമായിട്ടായിരിക്കും ഈ ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നൊരു നയം. ഏതായാലും ഇതത്ര എളുപ്പമാകാൻ സാധ്യതയില്ല. കാരണം വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടാക്കിയ ഒരു സംഗതി എന്ന നിലയിൽ. അതോടൊപ്പം ഇനി ടാറ്റയുടെ സമ്മതവും കൂടി വേണം. കാരണം ഒരു കാലത്ത്
ടാറ്റ വളരെ വളരെ വിഷമത്തോടെ ഇറങ്ങിപ്പോയ ഒരു സ്ഥലത്തേക്ക് അവർ തിരിച്ചു വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആലോചിക്കേണ്ട സംഗതിയാണ്. പക്ഷേ ടാറ്റ ഇപ്പോൾ ഇലക്ട്രോണിക് കാർ രംഗത്ത് അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ രംഗത്ത് വലിയ മുന്നോട്ട് പോക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ പ്ലാന്റുകൾ ആവശ്യമാണ്. നിലവിൽ സിംഗൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഭൂമി ഉള്ളത്. കാര്യം കൃഷിഭൂമി ആയിരുന്നു ഒരു കാലത്ത്. ആ ഭൂമി ഇപ്പോൾ ഒന്നിനും ചെയ്യാൻ പറ്റാത്ത, അത് അവിടെ കൃഷി ഏറെക്കുറെ അസാധ്യമായൊരവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ ആ ഭൂമി ഇനി പ്രയോജനകരമായ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ ടാറ്റ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യവസായ സംരംഭം തുടങ്ങുക അല്ലാണ്ട് വേറെ നിർവാഹമില്ല. കാരണം കൃഷിയെ അധിഷ്ഠിതമായി നിന്നിരുന്ന ബംഗാളല്ല ഇപ്പോഴുള്ളത്. പുതിയ തലമുറയിലുള്ള പലരും, അഭ്യസ്തവിദ്യരായ പലരും, കുറേ കൂടി വൈറ്റ് കോളർ സങ്കല്പവും നമ്മൾ പറയാറുണ്ടല്ലോ, അത്തരം ജോലികൾ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തൊഴിൽ കൊടുക്കണം. അല്ലെങ്കിൽ അവിടുത്തെ BJP സർക്കാർ വിഭാവനം ചെയ്യുന്നത് പോലെ എല്ലാത്തരം ജനവിഭാഗത്തെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നടപടിയെടുക്കണം. പക്ഷേ ബംഗാൾ വലിയ രാഷ്ട്രീയ ഒച്ചപ്പാടുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഭൂമികയാണ്. കാരണം 98 സ്ഥാപിക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ്സിന് കാര്യമായ അഡ്രസ്സ് ബംഗാളിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ മമതാ ബാനർജിക്ക് വീണ് കിട്ടിയ അവസരമായിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം. അപ്പോൾ അതിന് പിന്നിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരം ആവലാതികളുള്ളവരെ തൻ്റെ പിന്നിൽ അണിനിരത്തി വലിയ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ മമതയ്ക്ക് ഈ സംഭവമൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP സർക്കാർ ഈ ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ കോലാഹലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ കൗതുകപൂർവ്വം കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ്. ഏതായാലും സുവേന്ദു അധികാർ സർക്കാർ ഈ പറയുന്ന ടാറ്റയെ മാത്രമല്ല, അവിടെ ITC എന്ന് പറയുന്ന വമ്പൻ കമ്പനിയിൽ നിന്ന് 2300 കോടി രൂപയുടെ നിക്ഷേപം ബംഗാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ലെക്സ് കോസി എന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനി, അവരിൽ നിന്ന് ഒരു 600 കോടി രൂപയുടെ നിക്ഷേപവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അധികാരത്തിലേറിയിട്ട് മാസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം കഴിഞ്ഞ 40-50 വർഷമായി നേരിടുന്ന വികസന മുരടിപ്പ്, അല്ലെങ്കിൽ പുതുതലമുറയിലുള്ള യുവാക്കളെ അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായവരെ അർഹമായ പരിഗണന കൊടുക്കാതിരിക്കുക എന്നുള്ള ആ ഒരു പ്രശ്നത്തിനൊക്കെ എത്രയും വേഗം പരിഹാരം കണ്ടെത്തുക എന്നുള്ള നടപടികളുമായി, പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് അവിടെ BJP സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ബംഗാളിനെ സംബന്ധിച്ചുള്ള വളരെ സുപ്രധാനമായ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.